കരിമംഗല്യം മാറും, മുഖം വെളുക്കുകയും ചെയ്യും. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ വലിയൊരു പ്രശ്നമാണ് മുഖത്തിന് ചുളിവുകൾ വീഴുക, മുഖം ഡ്രൈ ആകുക, മുഖത്തിൻ്റെ കളർ കുറയുക. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ. കണ്ണിന് ചുറ്റിനും കറുത്ത കളർ വരിക, കണ്ണിൻ്റെ സൈഡിലൊക്കെ റിങ്കിൾസ്, ഇവിടെയൊക്കെ റിങ്കിൾസ് വീഴുക, അങ്ങനെ ഇവിടെയൊക്കെ റിങ്കിൾസ് വീഴുക, ഇവിടെയൊക്കെ ഒരുമാതിരി പൊരിഞ്ഞ് വരിക, അല്ലെങ്കിൽ കഴുത്തിന് പ്രായമായ പോലെ തോന്നുക, കൈക്ക് പ്രായമായ തോന്നുക. അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട് അല്ലേ? നമുക്ക് ഇതൊക്കെയും നമ്മൾ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ നമ്മൾ കണ്ടുവരുന്നത് ഒരു 40 വയസ്സ് കഴിയുമ്പോഴാണ്. ഈ 40 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചൊക്കെ കുറയുകയും നമ്മളുടെ ശരീരത്തിലെ ഹൈഡ്രേഷൻ, അതായത് ജലാംശം കുറയുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ എത്ര വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളാരും അതൊന്നും ചെയ്യാറില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നന്നായിട്ട് വെള്ളം കുടിച്ച് ശരീരത്തിനെ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഡെയിലി നേരിടുന്നതുകൊണ്ട് നമുക്ക് കുറേ കോൺഫിഡൻസ് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. നിറയെ പേരും കണ്ണാടി നോക്കാത്തവരൊക്കെ ഉണ്ട്. അങ്ങനല്ല, നല്ലൊരു കണ്ണാടി വാങ്ങിച്ച് വെച്ച് ഡെയിലി നോക്കണം, കണ്ണാടിയിൽ നോക്കണം. അപ്പോൾ നമ്മളുടെ മുഖത്തിൻ്റെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് നമ്മുടെ ഫേസിന് പെട്ടെന്ന് കളർ വയ്ക്കാനും ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വ്യത്യാസം. ചുളിവുകൾ മാറുന്നതും കളർ വയ്ക്കുന്നതും ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ മുഖം കുറേശ്ശെ യങ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്കിന്നിൻ്റെ ആ ഒരു ഇതൊക്കെ മാറി യങ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു വൈറ്റനിങ് മോയ്സ്ചറൈസറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾക്ക് വീഡിയോ കണ്ടിട്ട് വരാം. വീഡിയോ കണ്ടിട്ട് ബാക്കി ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. ഈ ക്രീമിലേക്ക് നമ്മൾക്ക് ആദ്യം വേണ്ടത് കോക്കനട്ട് ആണ്. കോക്കനട്ട് നമ്മളുടെ ഫേസിനെ നല്ല മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുകയും ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതായത് കരിമംഗല്യത്തിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. നമുക്ക് കോക്കനട്ട്, തേങ്ങ ചെറിയ പീസുകളാക്കി എടുക്കാം. നിങ്ങൾക്ക് തേങ്ങ ചിരവയിൽ വെച്ച് ചിരണ്ടി എടുത്താലും ഓക്കെയാണ്. ഞാൻ ഇങ്ങനെയാണ് എടുക്കാറുള്ളത്. മിക്സിയിലിട്ട് അധികം വെള്ളം ഒഴിക്കാതെ ഒന്ന് അടിച്ചെടുത്ത് അതിന്റെ തിക്കായിട്ടുള്ള പാലാണ് നമുക്ക് വേണ്ടത്. കോക്കനട്ട് മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സിയും എൻസൈമുകളും ഒക്കെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗല്യത്തിനെ ഇല്ലാതാക്കാനും സ്കിന്നിന് നല്ല ഫെയർനെസ്, അതായത് ബ്രൈറ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മുടെ സ്കിന്നിനെ കൂളാക്കാനും സ്കിന്നിനുണ്ടാകുന്ന ഇറിറ്റേഷൻസ് ഒക്കെ കുറയ്ക്കാനും ഇതൊരു നല്ല സൺസ്ക്രീൻ കൂടിയാണ്. പിന്നെ നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ മാറ്റാൻ കോക്കനട്ട് മിൽക്ക് ഒരുപാട് നമ്മുടെ സ്കിന്നിനെ സഹായിക്കുന്നതാണ്. നമുക്ക് ഈ അടിച്ചെടുത്ത തേങ്ങ ഒരു ഫിൽറ്ററിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കാം. നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള പാൽ വേണം, അധികം വെള്ളം ഒന്നും ഒഴിക്കരുത്. നമുക്കിതിനെ ഒരു 6 മണിക്കൂർ ഫ്രീസറിനകത്ത് വെക്കാം. ഫ്രീസറിനകത്ത് വെക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള എക്സ്ട്രാ വാട്ടർ അടിയിൽ വന്ന് സ്റ്റോർ ആകും. കുറച്ചു നേരം വെളിയിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ വാട്ടറും ഈ ഒരു തേങ്ങയുടെ ക്രീമും കൂടെ രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. താഴെ കാണുന്നത് വാട്ടറാണ്. ഈ വാട്ടർ നമുക്ക് കളയാം. നമുക്ക് വേണ്ടത് ഈ ക്രീം മാത്രമാണ്. ഈ ക്രീം വെച്ചാണ് നമ്മൾ ഇന്ന് കരിമംഗല്യത്തിനുള്ളതും മുഖം വെളുക്കാനുള്ളതുമായ ക്രീം ഉണ്ടാക്കുന്നത്. ഈ ക്രീം എടുത്തിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് ആ ക്രീം എടുത്തിട്ട് നമുക്കിതൊരു 3 hours വെളിയിൽ വെക്കാം. അപ്പോൾ ഒന്നും കൂടെ ആ ക്രീം തെളിഞ്ഞ് ഇതുപോലെ തിക്കായിട്ടുള്ള ഒരു പേസ്റ്റും മിൽക്കും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. നമുക്ക് വീണ്ടും ഇതിനെ ഒരു 1 hour ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീം പോലെ കിട്ടും. ഈ ക്രീമിനെ നമുക്ക് ഒന്നും കൂടെ മിക്സിയിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് പൾസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ക്രീം ആയിട്ട് കിട്ടും. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് റോസ് ഹിപ്പ് ഓയിൽ ആണ്. റോസ് ഹിപ്പ് ഓയിൽ ഒരു 10 drops, ബഗുച്ചി ഓയിൽ ഒരു 10 drops. അത് കഴിഞ്ഞ് നമ്മൾ ആഡ് ചെയ്യുന്ന ക്യാരറ്റ് സീഡ് ഓയിലാണ്. അതും ഒരു 10 drops ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് രാവിലെയും വൈകിട്ടും ഫേസിലിടാവുന്നതാണ്. അപ്പോൾ മോയ്സ്ചറൈസർ ഉണ്ടാക്കുന്ന കണ്ടല്ലോ. ഈ പ്രോഡക്റ്റ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, വിഭൂതി എന്നാണ് നമ്മളുടെ സ്റ്റോറിൻ്റെ പേര്. വിഭൂതി എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഭസ്മം എന്നാണ് പറയുന്നത്. അതിൻ്റെ സാൻസ്ക്രിറ്റ് വേർഡിൻ്റെ മീനിങ് സാൻസ്ക്രിറ്റ് മീനിങ് റേഡിയൻ ഗ്ലോ എന്നാണ്.
സോ നിങ്ങൾക്ക് റേഡിയൻറ്റ് ഗ്ലോ ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ കൂടെ സഹകരിച്ചാൽ മാത്രമേ അതൊക്കെ നടക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന മോയ്സ്ചറൈസർ രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇല്ല നിങ്ങൾക്കൊരു 4 hours വിട്ട് വീട്ടിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മുഖം എങ്ങനെ ഡ്രൈ ആകുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മോയ്സ്ചറൈസർ ഉപയോഗിക്കണം. ഉറപ്പായിട്ട് ഉപയോഗിക്കേണ്ട സ്കിൻ കെയറിൽ ഒന്നാണ് മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ. ഇത് രണ്ടിനും സ്പെയർ ഇല്ല. ഓക്കെ, സ്പെയർ ചെയ്യാൻ പാടില്ല. മോയ്സ്ചറൈസർ നമ്മൾ ഇടുമ്പോഴേക്കും നമ്മുടെ സ്കിന്ന് അധികം വലിയാതെ ഇരിക്കും. ഈ വലിയുമ്പോഴാണ് നമ്മുടെ മുഖത്തിന് ചുളിവുകൾ വീഴുന്നത്. അതുപോലെ ഒരിക്കലും ഈ ചാർക്കോൾ പീലൊക്കെ ഇല്ലേ, അതൊന്നും മുഖത്തിടരുത്. അതിങ്ങനെ വലിച്ച് നിങ്ങൾ ഇങ്ങനെ മേലോട്ടാണെങ്കിൽ തന്നെ ഒരുപാട് ഇങ്ങനെ വലിച്ച് പീൽ ചെയ്യുന്ന സാധനങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് മുഖത്തിന് ചുളിവുകൾ വീഴും. ഓക്കെ, അതുപോലെ തന്നെ ഒരിക്കലും മുഖത്തിന് മോയ്സ്ചറൈസർ ഇല്ലാതിരിക്കരുത്. നമ്മൾ മുഖത്തിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ മോയ്സ്ചറൈസർ ഇട്ട് നല്ല പ്ലംപി ആയിട്ട് നറിഷായിട്ട് വെക്കുന്ന ഫേസിൽ ചുളിവുകൾ പെട്ടെന്നൊന്നും വീഴുകയില്ല. പിന്നെ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഓയിൽ മസാജ് എന്ന് പറയുന്നത്. എന്നും തന്നെ ഓയിൽ മസാജ് ചെയ്യണം. ഒന്നെങ്കിൽ രാവിലെ സമയമുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് ചെയ്യുക. നിറയെ പേർക്കും ഒരു 20 minutes നമുക്ക് വേണ്ടി എടുക്കാനില്ലാത്ത ഒരുപാട് പേരുണ്ടല്ലേ. ജോലി ഉള്ളവരാട്ടെ ജോലി ഇല്ലാത്തവരാട്ടെ ഒരു 20 നിമിഷം അറ്റ്ലീസ്റ്റ് വേണ്ട, ഒരു 15 നിമിഷം നമുക്ക് വേണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കിൻ കെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, 20 നിമിഷം നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരു 20 മിനിറ്റോ 15 മിനിറ്റോ നമുക്കായിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിൻ നമ്മൾക്ക് ഒരു ചുളിവ് പോലും ഇല്ലാതെ ഒരു 80-85 വയസ്സ് വരെ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് കഴിഞ്ഞും നമുക്ക് നോക്കാം. ഓക്കെ, കുറേശ്ശെ ചുളിവുകൾ വീഴുന്നതൊക്കെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കോക്കനട്ട് മിൽക്കിൻ്റെ മോയ്സ്ചറൈസർ അത്രയ്ക്ക് കോക്കനട്ട് മിൽക്ക് നമ്മളുടെ ഫേസിലേക്ക് എത്ര നല്ലതാണെന്ന് നമുക്കറിയാം. ഈ മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിന് നല്ല കളർ തരുന്നതാണ്. അതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള എസെൻഷ്യൽ ഓയിൽസ് എല്ലാം തന്നെ നമ്മളുടെ യുവത്വത്തെ കാത്തു സൂക്ഷിക്കുന്ന കുറേ ഇൻഗ്രീഡിയൻസ് ആണ്. അതൊക്കെയും കൂടെ കൂട്ടിച്ചേർത്തുള്ള ഒരു മോയ്സ്ചറൈസറാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വിഭൂതി എന്നുള്ളത് നമ്മുടെ സ്കിൻ കെയർ സ്റ്റോറിൻ്റെ പേരാണ്. ആ നമ്പറാണ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. നിറയെ പേർക്കും അത് മനസ്സിലായിട്ടില്ല. അത് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഈ നമ്പറിൽ വാങ്ങിക്കാം, നമ്മളുടെ സ്റ്റോറിൻ്റെ പേര് ഇതാണ് എന്ന് പറഞ്ഞ് ഞാനൊരു വിസിറ്റിംഗ് കാർഡ് പോലെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. എന്നിട്ടും കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് ഈ പ്രോഡക്റ്റ് എവിടെയാണ് വാങ്ങിക്കുന്നതെന്ന്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്നത് വീഡിയോയുടെ താഴെ മോർ എന്നൊരിതുണ്ട്. അവിടെ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതിനകത്തും നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും നമ്പരും ഒക്കെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റാഫ് ആയിരിക്കും ആൻസർ പറയുക. എൻ്റെ ഫോൺ നമ്പർ അല്ല, അതും മനസ്സിലാക്കുക. എൻ്റെ ഫോൺ നമ്പർ ഞാൻ തന്നിട്ടില്ല ആർക്കും. എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ പേഴ്സണൽ നമ്പർ ആർക്കും അറിയില്ല. സോ ഞാൻ തന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റോറിൻ്റെ നമ്മുടെ സ്റ്റാഫ് കൈകാര്യം ചെയ്യുന്ന നമ്പറാണ്. സോ അതിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സംശയം എൻ്റെ അടുത്തേക്ക് വരും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് റെഡിയാണ്. അപ്പോൾ സ്കിൻ കെയർ ഒരിക്കലും വേണ്ടാന്ന് വെക്കേണ്ട. എന്ന് വെച്ച് സ്കിൻ കെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ ചെയ്യണ്ട. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത്? സ്കിൻ കെയർ വീഡിയോസ് കാണാതിരിക്കുക, സ്കിൻ കെയർ ചെയ്യാതിരിക്കുക. എനിക്കൊരു വൾഗറായിട്ടൊരു കമൻ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, നിങ്ങൾ പോയി ചെക്ക് ചെയ്തോളൂ. എനിക്ക് അങ്ങനത്തെ കമൻറ്റുകൾ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് സൺസ്ക്രീനിൻ്റെ വീഡിയോയിലാണെന്ന് തോന്നുന്നു. ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അവർക്ക് അവിടെ തന്നെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. സോ അത് ഒരു ലേഡിയുടെ ഇമെയിലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ബട്ട് ഐ ഡോണ്ട് നോ ലേഡിയാണോ മെന്നാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ചാനൽ മോസ്റ്റ്ലി 90% കാണുന്നത് ലേഡീസാണ്. അങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നിങ്ങൾ എന്തെങ്കിലും സെക്സോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെയോ അറ്റ് ലാസ്റ്റ് ഒട്ടും വയ്യ എന്നുണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റിനെയോ കണ്ട് സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യമാണെന്ന് ചിന്തിക്കരുത്. അവരും ഡോക്ടേഴ്സാണ്. അവരാണ് നമ്മളുടെ മൈൻഡിനെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ട് കണ്ട് ഒരു നല്ല കൗൺസിലിംഗ് എടുക്കുക. ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതായത് നമ്മൾക്ക് തോന്നുന്ന തോന്നലുകൾ പോലും നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കും എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യൂ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നിങ്ങളുടെ ജീവിതം. അതാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ചിന്തിച്ച് അത് നമ്മളുടെ ബ്രെയിനും നമ്മളുടെ ഹ്യൂമനും നമ്മൾക്കൊരു ഓറയുണ്ട്. അതിന് ഭയങ്കര ശക്തിയാണ്. നമ്മൾ അതിനെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് നേടിയെടുക്കാൻ പറ്റും.
ഇപ്പം നമ്മൾക്കൊരു എന്തെങ്കിലും നമുക്കൊരു ബെൻസ് കാർ വേണം എന്ന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിൻ്റെ പവറും കപ്പാസിറ്റിയും നമ്മൾക്കറിയില്ല. നമ്മൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മളുടെ ബ്രെയിൻ നമ്മൾക്ക് സിഗ്നൽസ് തന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യും, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും, നമ്മളത് അച്ചീവ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സീക്രട്ട്. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ നമ്മൾ എത്രത്തോളം നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നു അത്രത്തോളം നെഗറ്റീവ് നിങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾക്കിപ്പം വൈരാഗ്യം അല്ലെ ദേഷ്യം, നമ്മളുടെ വീട്ടിലുള്ളവരെ തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, നമ്മുടെ വീട്ടിലുള്ളവരെ തന്നെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുക. പക്ഷേ ലാസ്റ്റ് എന്താവും? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ വരും അല്ലേ? നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് നമ്മളുടെ മുന്നിലേക്ക് ഒരു മിറർ ഇമേജ് പോലെ റിഫ്ലക്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ എഴുതുന്ന കമൻറ്റുകളാവട്ടെ, നിങ്ങൾ എഴുതുമ്പോൾ ഞാനിത് വായിച്ചിട്ട് മറന്നു പോകും. പിന്നെ അടുത്ത വീഡിയോ എടുക്കുമ്പോൾ ഞാനിവിടെ നോട്ട് ചെയ്ത് വെക്കും ഇതിനെക്കുറിച്ച് പറയണം എന്ന്. അപ്പോൾ മാത്രമാണ് ഞാൻ ആലോചിക്കുക, പിന്നെ ഞാനത് വിടും. ഓക്കെ, അത് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ബ്രെയിനിൽ കിടക്കുന്നത് എന്താണ്? ആ ഒരു എഴുതിയ കമൻറ്റും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തുന്നതാണത്. നിങ്ങളുടെ പ്രോഗ്രസ് കാർഡാണ് നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ ചിന്തകളാണ് അവിടെ വരുന്നത്. നിങ്ങളുടെ റിഫ്ലക്ഷനാണ്, നിങ്ങളുടെ റിഫ്ലക്ഷൻ ഓഫ് പേഴ്സണാലിറ്റിയാണ് അവിടെ വരുന്നത്. അല്ലാതെ എൻ്റെതോ ഇത് കാണുന്ന മറ്റുള്ള ആൾക്കാരുടെയോ അല്ല. ഞാൻ എപ്പോഴും പറഞ്ഞു, മറ്റുള്ള സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാതെ. കാരണം 40 വയസ്സൊക്കെ കഴിഞ്ഞ് 45 വയസ്സൊക്കെ കഴിഞ്ഞ് ജീവിതത്തിൻ്റെ എല്ലാ ഭാരവും ഇറക്കി വെച്ചിട്ട് ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയമാണ് ആ സമയം. ആൻറ്റി ഏജിങ് എന്ന് പറയുന്നത് ആ സമയത്താണ് ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത്. നമ്മൾ ഇത്രനാളും ഓടുകയായിരുന്നു, ഒന്ന് റെസ്റ്റ് എടുത്ത് സ്ലോ ഡൗൺ ചെയ്ത് തിരിഞ്ഞു നോക്കി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആ സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണ് ചെയ്യേണ്ടത്. അത് മെൻ ആവട്ടെ വുമൺ ആവട്ടെ എല്ലാവരെയാണ് ഞാൻ പറയുന്നത്. കോമൺ ആയിട്ട് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് റിയലൈസ് ചെയ്യുന്നത്, നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ കടന്നു വന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ ഇമ്മെച്യൂരിറ്റി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ മെച്യൂരിറ്റിയോടെ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊന്ന് നമ്മളെ തന്നെ കെയർ ചെയ്യണം, നമുക്ക് വേണ്ടി കുറച്ച് സമയം ഒതുക്കണം. അത് എങ്ങനെ വേണേ ആകാം. അത് സ്കിൻ കെയർ കൊടുത്താകാം, നല്ല ബുക്കുകൾ റീഡ് ചെയ്താകാം, മ്യൂസിക് കേട്ടാകാം. വാക്കിംഗ് പോകുമ്പോൾ കുറച്ച് മ്യൂസിക് കേട്ട് പോകുന്നതൊക്കെ വളരെ നല്ല തെറാപ്പിയാണ്. വളരെ പതുക്കെ ആദ്യം നടന്ന് ശീലിക്കുക, അതാണ് ഏറ്റവും നല്ലത്. പതുക്കെയാണേലും കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് കുറേ പാട്ടുകളൊക്കെ ഹെഡ്സെറ്റിൽ വെച്ച് കേട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇപ്പം നല്ല ചെറിയ മഴയൊക്കെ ഉള്ള സമയത്ത് പുറത്തിറങ്ങി ഒന്ന് നടന്നു നോക്കൂ, നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും മനസ്സിലൊരു സന്തോഷം തോന്നുക എന്നറിയാമോ? അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക. അപ്പോൾ ഈ മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല പ്രയോജനം കിട്ടും. പിന്നെ കുറേ പേരിനോട് ചോദിക്കാണ്ട് 100% റിസൾട്ട് കിട്ടുമെന്ന്. എനിക്ക് 50% തരാൻ പറ്റത്തുള്ളൂ, ബാക്കി 50% നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുക, നിങ്ങളത് നിർത്താതെ സ്റ്റോപ്പ് ചെയ്യാതെ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന രീതി, അതിൻ്റെ ഒരു ഹൗ ടു യൂസ് എന്നൊരു സാധനമുണ്ട്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അതിനെ ടേക്ക് കെയർ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അതിനെ വിശ്വസിക്കുന്നത്, ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് മനസ്സിലാക്കുക. ഈ സൈക്കോളജിയും ഫേസിൻ്റെ ബ്യൂട്ടിയും സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ റിലേറ്റഡ് ആണ്. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് 2-3 വീഡിയോ ഇടാം. സൈക്കോളജി ആൻഡ് സ്കിൻ കെയർ, അല്ലെങ്കിൽ സൈക്കോളജി ആൻഡ് ബ്യൂട്ടി കെയർ ആൻഡ് സൈക്കോളജി. സോ നമ്മളുടെ തോട്ട്സ്, നമ്മുടെ തിങ്കിങ്സിനെ ഒക്കെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഈ ബ്യൂട്ടി എന്ന് പറയുന്നത്. ബ്യൂട്ടി എന്ന് പറയുന്നത് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ബ്യൂട്ടി ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഈ ലോകത്തില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. കാരണം അവരെ കൊണ്ട് മെനക്കെടാൻ വയ്യ, അല്ലെങ്കിൽ വേറൊരാൾ നന്നായിട്ടിരിക്കുന്ന കാണാൻ വയ്യ, വേറൊരാൾ സൗന്ദര്യമുള്ളത് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പറയുന്ന കുറച്ച് കമൻറ്റുകളാണത്. പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം, അത്രേ ഉള്ളൂ. പക്ഷേ ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത എന്തെങ്കിലും കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഐദർ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും, അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ആശ്വാസം. ചിലപ്പോൾ ഞാൻ കാണാറുണ്ട്, ചിലപ്പോൾ കാണാറില്ല. വലിയ നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും ഇതുവരെ നമ്മുടെ വീഡിയോയുടെ കീഴിൽ വന്നിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇത്ര വൾഗറായിട്ടൊരു കമൻറ്റ് വന്നതുകൊണ്ട് ഞാനത് പിൻ ചെയ്ത് വെച്ചത്. ബിക്കോസ് ലേഡീസ് ആണല്ലോ വായിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ അത് വായിച്ചു നോക്കാൻ പോയിട്ട് എനിക്ക് അതുപോലത്തെ കമൻറ്റുകൾ വിവരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ പറയില്ല, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അത് നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക, ഇഷ്ടമില്ലെങ്കിൽ ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. വേറെ എത്രയോ വീഡിയോസ് ഉണ്ട്, ആ വീഡിയോസൊക്കെ കാണാമല്ലോ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ എന്നും എൻ്റെ കൂടെ കാണും എന്നുള്ള വിശ്വാസത്തോടെ അടുത്തൊരു കണ്ടന്റുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ.